അത്യുന്നതനും കാരുണ്യവാനുമായ ഏകദൈവ സ്തുതി. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 26, 27 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു തരുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകത്തിലെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ നവീകരണം തുടങ്ങിയ നാടുകളിൽ അതേക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എന്നെ ഇപ്പൊ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയത് ഒരു ബെന്നി സഹോദരനാണ്. അദ്ദേഹം ഒരു സന്യാസ സമൂഹത്തിൽ, ആകാശപ്പറവോട് സന്യാസ സമൂഹത്തിൽ ചേരുകയും ഓലോസ് ബ്രദറായി തീരുകയും ചെയ്ത ബെന്നി സഹോദരൻ അന്ന് എന്നെ ഗ്രൂപ്പിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. പിന്നീട് ഞാൻ വിദേശത്ത് പോയെങ്കിലും 3 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വീണ്ടും തുടരുകയും അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പോൾ മാത്യു സാറ്, ഷിബു ആന്റണി, സുനിൽ അഗസ്റ്റിൻ ഇവരോടൊത്ത് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു. ആ കോർ ഗ്രൂപ്പിൽ അംഗമാകാനും ഞങ്ങളുടെ ആത്മീയ പിതാവായ സെമിനാരിയിലെ ബഹുമാനപ്പെട്ട ജോസ് വടക്കേടത്തച്ഛൻ്റെ അടുത്ത് സെമിനാരിയിൽ എല്ലാ മാസവും ഒരു ദിവസം കോർ ഗ്രൂപ്പ് കൂടുകയും ഈ പ്രാർത്ഥന ഗ്രൂപ്പിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പ്രാർത്ഥിച്ചും ആലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുമായിരുന്നു. അത് ആ സമയത്ത് കോട്ടയം ജില്ലാ ആശുപത്രിയിലെ അനേകർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു നവജീവന ഭക്ഷണം കൊടുക്കും. അത് അവിടെ വിതരണം ചെയ്യുന്നത് ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ജോസച്ചനും പി തോമസ് ചേട്ടനൊക്കെ പറയും, നമ്മളെ ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്നതല്ല, പ്രാർത്ഥിച്ചൊരുങ്ങി സ്നേഹപൂർവ്വം ഭക്ഷണം കൊടുക്കണം. അവരോട് ഒരു സ്നേഹമൊക്കെ നടത്തണം, വാങ്ങിക്കാൻ നിൽക്കുന്നവരോട്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയായിരിക്കണം. എന്നാൽ ആരോടും പേരൊന്നും ചോദിക്കേണ്ട, കാരണം അത് പല ചിന്തകൾക്കും കാരണമാകും. അപ്പം ഞങ്ങളതിനെ ഒരു ദിവസം അവിടെ പോവുകയും വൈകുന്നേരമാണ് 5-5:30 മണിയാകുമ്പോൾ ഈ ഭക്ഷണം വരും. അതിന് മുമ്പ് എല്ലാവരും ലൈനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ പരിചയപ്പെടും. അന്ന് ഞാനിങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ടു. ഒരു ചേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം ഈ പാത്രമൊക്കെ പുറകിൽ പിടിച്ച് ഒരു ശ്രദ്ധിക്കാത്ത നിൽക്കുകയാണ്. ഞാൻ വെറുതെ ചോദിച്ചു, ആ ചേട്ടൻ്റെ സ്ഥലം എവിടാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്നും ഒരു 18 കിലോമീറ്റർ ചുറ്റളവിലാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ആ ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അടുത്ത ആളെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം വിതരണം ആരംഭിച്ചു. പ്രാർത്ഥിച്ച് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഈ പിന്നെ കൂടി നടന്നു വരുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞങ്ങളെ കാത്തുകൂടി ഇരിക്കുകയാണ്. വരുന്ന വഴിക്ക് അവിടെ ഒരു മരത്തിന്റെ ചുറ്റു മതിലിൽ ഇരിക്കുന്നു. ഞങ്ങളെ കണ്ടു പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞത് മോശമായി എനിക്ക് തോന്നി. അപ്പം ഞാനങ്ങനെ പറഞ്ഞത് ശരിയാണ് കേട്ടോ, വീട് 18 കിലോമീറ്റർ ചുറ്റളവിനകത്താണ് എന്നിട്ട് പറഞ്ഞ സ്ഥലവും പറഞ്ഞു. എന്നിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ ഈ കാര്യങ്ങളെ അല്പസമയം കേൾക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹം ആ നാട്ടിലെ, ആ ഗ്രാമത്തിലെ വളരെ കൃഷി നന്നായിട്ട് നടത്തുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് 2 പെൺമക്കളും ഒരു മകൻ, വളരെ താമസിച്ചുണ്ടായ ഒരു മകനുമുണ്ട്. ഈ മകൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളി മരിച്ചുപോയി. പിന്നീട് വളരെ വിഷമത്തിലാണെങ്കിലും ഈ കുഞ്ഞിനെ വളർത്തുകയും ഈ പെൺമക്കളും കൂടെ കൂടി കുഞ്ഞിനെ നന്നായിട്ട് വളർത്തി. അങ്ങനെ അവനൊരു 6-7 ക്ലാസ്സിലൊക്കെ ആയപ്പോഴേ ആ സമയത്ത്
ഈ കൃഷിയിൽ നിന്ന് വളരെ നല്ല ആദായം ലഭിക്കാൻ തുടങ്ങി. ഈ വാഴക്കൊലകളും കപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കുന്നതിന് നാട്ടിൽ മാത്രമല്ല, മറ്റുള്ള വലിയ ടൗണുകളിലും വിൽക്കാൻ കൊടുക്കാൻ മാത്രമുണ്ടായി. അതിനു വേണ്ടി ഒരു വാഹനം വാങ്ങിച്ചു. പിന്നീട് ഞങ്ങൾ ഒരു കാറ് വാങ്ങിച്ചു. ആ ഗ്രാമത്തിൽ ഈ വാഹനങ്ങളുള്ള വ്യക്തി ഞാൻ മാത്രമാണ്. അങ്ങനെ കാറും വാങ്ങിച്ച് ഈ വാഹനമൊക്കെ മേടിച്ച് വളരെ ആഡംബരമായിട്ട് ജീവിക്കുന്നു. ഈ രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു. പുതിയ ബന്ധുക്കളും സാഹചര്യങ്ങളൊക്കെ ആയി. ആ സമയം ഞങ്ങളെ ടൗണിൽ പോയ സമയം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ഈ കള്ളുഷാപ്പിലൊക്കെ അതിലധികം മാന്യതയ്ക്ക് കുറവാണ്, നമുക്ക് വിദേശ മദ്യം മേടിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രതീക്ഷിച്ചതിലും പൈസ കൂടുതൽ കിട്ടിക്കൊണ്ട് കുറച്ച് വിദേശ മദ്യം പിടിച്ചു പോന്നു. പിന്നീട് ആ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ രോഗത്തിലായി സ്നേഹം കൂടി എന്നെ ഒരു നേതാവായിട്ട് പരിഗണിക്കുന്ന രീതിയിൽ വന്ന് അങ്ങനെ ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഈ മദ്യപാനമായി. പിന്നീട് രാത്രി അയാൾക്ക് ഒരു ശുദ്ധ പ്രാർത്ഥന പരിപാടിയൊന്നുമില്ല, പള്ളിയിൽ വല്ലപ്പോഴും പോകുന്ന ഒരു ഇതിലേക്കായി. ഇതിനിടയിൽ രണ്ട് പെൺമക്കളെയും വളരെ മാന്യമായിട്ട് വിവാഹം കഴിച്ചയച്ചു. പിന്നീട് മകന് ഒരു പ്രായമായ സമയത്ത് എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ഇവനെ അങ്ങ് പെണ്ണ് കെട്ടിച്ചാലോ. അപ്പോൾ അപ്പോൾ അന്ന് ഞങ്ങളുടെ എൻ്റെ കൂടെ മദ്യപിക്കാൻ ഇവരോടത്തെ ഈ മകനും വരാൻ തുടങ്ങി. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, കല്യാണപ്രായം അടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവനൊന്ന് ചിരിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പോയി പെണ്ണ് കണ്ടു. അതാ പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട പെൺകുട്ടിയെ പോയി കണ്ടു. അങ്ങനെ വിവാഹം ആലോചിച്ചു. പിന്നീട് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അന്ന് ഉറപ്പിച്ച അന്ന് രാത്രിക്ക് ഞങ്ങളെല്ലാവരും കൂടെ മദ്യപിക്കുന്ന സമയം ഒരു സുഹൃത്ത് പറഞ്ഞു, പെൺമക്കളെ കെട്ടിച്ചു കഴിഞ്ഞല്ലോ, ഇനിയുള്ള സ്വത്തിന് ഒരു പക്ഷേ അവരാവാസം പറഞ്ഞു വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യേ, ധൈര്യമുണ്ടോ ഈ സ്വത്തെല്ലാം അവൻ്റെ പേരിലോട്ട് എഴുതി കൊടുക്കുക. ആ ലഹരിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹത്തിന് മുമ്പ് എഴുതി കൊടുത്തിരിക്കും. അങ്ങനെ അദ്ദേഹം മകന്റെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുത്തു. ആ മരുമകൾ വന്നു. അവിടെ ആദ്യമൊക്കെ നല്ല സ്വഭാവമൊക്കെ ആണെന്ന് തോന്നി. പിന്നീട് കണ്ടു ഈ പ്രാർത്ഥന ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിലാണ് നമുക്ക് താല്പര്യം. അതൊന്നും ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അവരുടേതായ രീതിയിൽ പണം ചെലവാക്കുന്നു, ജീവിക്കുന്നു, മകനുമായിട്ട് അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഏതോ ഒരു കാരണം പറഞ്ഞ് ഈ മരുമകളുമായിട്ട് കൂടുതൽ ഒരു വഴക്കുണ്ടായി. അതേക്കുറിച്ച് സംസാരിച്ചു. അത് മകൻ വരുമ്പോൾ, അത് ആ സമയത്ത് മകനോടില്ലായിരുന്നു, മകൻ വന്ന് അവളുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ എന്നെ കുറ്റപ്പെടുത്തി പറയാൻ തുടങ്ങി. പിറ്റേ ദിവസം ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് എനിക്കൊരു അസ്വസ്ഥത തോന്നി. ഞാൻ എൻ്റെ മലബാറിലുള്ള എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇവനെ ഇത്രയും വിഷമിച്ച് ഞാൻ വളർത്തി, അതിനൊരു ഭാര്യയുടെ പക്ഷം ചേർന്ന് സത്യം എന്താണെന്ന് അറിയാതെ, വഴക്കിൻ്റെ കാര്യം അറിയാതെ അവനിങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് പോയത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം ഞാൻ പോവുകയാണ്, അവിടെ പോകുന്നത് അറിയാം. ഒരു ദിവസം അവിടെ താമസിക്കുമ്പോൾ രണ്ട് സുഹൃത്തുക്കൾ മലബാറിൽ വന്നു. അത് ഞങ്ങൾ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകനെന്തിയെ ചോദിച്ചപ്പോൾ അവരോട് ഞങ്ങൾ ഭർത്താവും വന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പോരുന്നില്ല, ഞാൻ പിന്നെ വരാം. അങ്ങനെ അവരെ നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചു. അടുത്ത ദിവസം തന്നെ വന്നോളാം പറഞ്ഞു. ആ താമസിച്ച വീട്ടിലെ നല്ല പ്രാർത്ഥനയും വളരെ ഭക്തിയായിട്ട് പള്ളിയിലൊക്കെ പോയി ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥ എൻ്റെ പഴയ ജീവിതത്തെ ഞാൻ ചിന്തിച്ചു. ഏതായാലും ഞാൻ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് കുറച്ച് നാളത്തേക്ക് ഒരു ടൗണിലുള്ള ഒരു വൃദ്ധസദനത്തിൽ കുറച്ച് സാമ്പത്തികം കൊടുത്ത് കുറച്ച് ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. മകൻ വരുമോ എന്നറിയണം, അതിനുവേണ്ടി കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. മകൻ വന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ വന്നു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി കാത്തിരുന്ന ദിവസം അവൻ വന്നു. ഞാൻ നോക്കിയിരിക്കുകയാണ്. മുറ്റത്തുകൊണ്ട് കാറ് നിർത്തി
ആ കൊച്ചിനെയും കൊണ്ടൊരു മരുമകൾ ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവരിറങ്ങി വന്നില്ല. അപ്പൊ ഇവരുമായിട്ട് ഒരു സൗഹൃദത്തിലാകണം, സ്നേഹത്തിലാകണം എന്നൊക്കെ വിചാരിച്ച് എന്നെങ്കിലും അവൻ ഇറങ്ങി വന്നപ്പോഴേ എന്നോട് പൊട്ടിത്തെറിക്കുകയാണ്. എന്ത് മോശമായ കാര്യം അവൻ ചെയ്തത്, നാട്ടിൽ കൂടെ നടക്കാൻ വയ്യാത്ത നാണക്കേടായി എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ സഹായിക്കുകയാണ്. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എന്തിനെ ഇവിടെ വന്നു, പെട്ടെന്ന് പൊക്കണം, എന്റെ മുമ്പിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെയും ദേഷ്യപ്പെട്ടു. അവൻ തിരിച്ചു പോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിലാണ് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി ഈ വെറുതെ കൗതുകത്തിന് വേണ്ടി ഈ ടൗണിലേക്ക് വരികയും ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയും ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്കറിയാവുന്ന വിധത്തിൽ അദ്ദേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കണ്ണുകൾ നിറഞ്ഞുവിടുന്ന കണ്ണുകളാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. അപ്പോൾ ഭാഷന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവിലേക്ക് തിരിക്കുവാനും വൈകരുത്, നാളെ എന്ന് നീട്ടി വെക്കരുത്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ അന്വേഷിക്കാൻ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാകണം. നമുക്കറിയാം, പണം വീട്ടിലുണ്ട്, ബാങ്കിലുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് എടുക്കണം, ഉപയോഗിക്കണം. മരുന്ന് അലമാരയിൽ ഇരുന്നിട്ട് കാര്യമില്ല, എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് സൗഖ്യം കിട്ടുന്നത്. അതുപോലെ തന്നെ ബൈബിൾ വീട്ടിലുണ്ട്. വചനം വായിക്കാനും പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുവാൻ ഒരു മനസ്സുണ്ടാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.